ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വായിൽ വെച്ചാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല രുചിയോടുകൂടിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കോക്കനട്ട് ഹൽവയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അതേന്ന് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു കിഡു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ എടുക്കുകയാണ്. അപ്പം നമുക്കിതൊന്നെങ്കിൽ ചിരകിയെടുക്കാം, അല്ലെങ്കിൽ ഈ കാണുന്നത് പോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇവിടെ നമ്മൾ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ ഒരു 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മളൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് തീരെ അരച്ച് പേസ്റ്റ് പരുവത്തിനാക്കി കളയരുത്. നമുക്ക് അരച്ച് അതിൻ്റെ ആ ഒരു പാല്, തേങ്ങാപ്പാൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ആ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാൻ. ഇവിടെ നമ്മൾ അരച്ച് ഇതുപോലെ ഒരു നല്ല വൃത്തിയുള്ള ഒരു ടൗണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം അതിൻ്റെ പാല് മാത്രമായിട്ട് സെപ്പറേറ്റ് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇതിന് പകരമായി അരിപ്പ ഉപയോഗിച്ച് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ മുഴുവനായും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. നമ്മൾ നേരത്തെ ആ ചേർത്ത് കൊടുത്ത 1/4 കപ്പ് അളവ് വെള്ളം മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ഏകദേശം ഒരു 200 ml വെള്ളം ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് അപ്പോൾ ഇത്രയും പിഴിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ തേങ്ങാപ്പാലിലേക്ക് കോൺഫ്ലോർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെയും നമ്മുടെ ഹൽവയുടെ പകുതി പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹൽവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് അത്യാവശ്യം ചൂടായി തുടങ്ങുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത കശുവണ്ടി മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെ കോൺഫ്ലോർ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കോൺഫ്ലോർ മാത്രമായി തേങ്ങാപ്പാലിൻ്റെ അടിയിൽ ഉറഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തുടരെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചൂടാകുന്നതിനനുസരിച്ച് കോൺഫ്ലോർ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ തിളച്ച് കോൺഫ്ലോർ നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ അവസരത്തിൽ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആദ്യ തവണ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും തുടരെ ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ അലിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് നമുക്ക് പഞ്ചസാര ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, കറക്റ്റ് പഞ്ചസാര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പഞ്ചസാരയൊക്കെ ചേർത്ത് കുറച്ചുകൂടി ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആദ്യ തവണ ഒരു ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തവണ കൂടി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഏകദേശം ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ച കശുവണ്ടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ നെയ്യ് ചേർത്ത് ഇളക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹൽവ ഇതുപോലെ പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചധികം നേരം കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, കിട്ടിയൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ച കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.